കേരളത്തിന്റെയാകെ നൊമ്പരമായി മാറിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായ ടൗൺഷിപ്പിന് ഇന്ന് കൽപ്പറ്റ എൽസൺ എസ്റ്റേറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടു. മഹാദുരന്തമുണ്ടായി 8 മാസത്തിനുള്ളിൽ ടൗൺഷിപ്പ് പദ്ധതി പൂർത്തിയാക്കാനായതിൽ സംസ്ഥാന സർക്കാരിന് അഭിമാനിക്കാം. വേരറ്റ് പലയിടങ്ങളിലായി ചിതറിത്തെറിച്ചു പോയവർക്ക് ജന്മനാട്ടിൽ തന്നെ പുതിയ വാസസ്ഥലം ഉയരുമ്പോൾ ഒരു നാടിന്റെ മുഴുവൻ പ്രാർത്ഥനകളും പിന്തുണയും ഈ അതിജീവന മഹാദൗത്യത്തിനൊപ്പമുണ്ട്. കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്ന് സർക്കാർ ഏറ്റെടുത്ത 64 ഹെക്ടറിൽ 7 സെന്റ് വീതമുള്ള പ്ലോട്ടുകളിലാണ് 1000 ചതുരശ്ര അടി ഒറ്റനില വീടുകൾ നിർമ്മിക്കുന്നത്. ഭാവിയിൽ ഇരുനിലയാക്കാനാകും വിധമാകും അടിത്തറ. ആരോഗ്യ കേന്ദ്രം, അങ്കണവാടി, മാർക്കറ്റ്, കമ്മ്യൂണിറ്റി സെന്റർ എന്നിവയും ടൗൺഷിപ്പിലുണ്ടാവും. 2024 ജൂലൈ 30 മുണ്ടക്കൈയിലും ചൂരൽമലയിലുമുണ്ടായ ഉരുൾപൊട്ടലിൽ 298 പേർ മരിച്ചുവെന്നാണ് സർക്കാർ കണക്ക്. അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം നഷ്ടമായ ഒട്ടേറെ പേർ ജീവൻ മാത്രം ബാക്കിയാക്കി ഇന്നും വാടക വീടുകളിൽ താമസിക്കുന്നു. ദുരന്തത്തിൽ 2219 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് കേന്ദ്ര സർക്കാരിന് സംസ്ഥാനം നൽകിയ റിപ്പോർട്ട്. നിലവിൽ 242 കുടുംബങ്ങളാണ് സർക്കാർ തയ്യാറാക്കിയ ആദ്യഘട്ട ഗുണഭോക്തൃ പട്ടികയിലുള്ളത്. ഏറ്റവും ഒടുവിലെ കണക്കുപ്രകാരം ഇതിൽ 235 പേർ എൽസൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പിൽ വീടിനായി സമ്മതപത്രം നൽകി കഴിഞ്ഞു. ശേഷിക്കുന്നവരും വൈകാതെ സമ്മതം അറിയിക്കും. അവർക്കെല്ലാവർക്കും കൽപ്പറ്റയിൽ തന്നെ വീട് പണിയാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. കെ ഫയൽ ന്യൂസ് ഡെസ്കിൽ നിന്നും അനുശ്രീ രാമചന്ദ്രൻ.